AD 66-70 കാലഘട്ടങ്ങളിൽ പശ്ചിമേഷ്യയിൽ ജൂതന്മാർ വസിച്ചിരുന്ന ജെറുസലേമിനെ റോമാ സാമ്രാജ്യക്കാർ ആക്രമിച്ചു. ഇതുകാരണം ജെറുസലേമിലെ ജൂതന്മാർ പല രാജ്യങ്ങളിലോട്ട് പലായനം ചെയ്തു. പിന്നീട് ജൂതർക്ക് സ്വതന്ത്രമായി ഒരു രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ തിയോഡർ ഹെർസലിന്റെ നേതൃത്വത്തിൽ 1897 സിയോണിസ്റ്റ് പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടു. 20-ാം നൂറ്റാണ്ടിൽ ജൂതന്മാർ അവർക്ക് സ്വന്തമായി ഒരു രാജ്യം രൂപീകരിക്കാൻ ആഗ്രഹിച്ചിരുന്ന പശ്ചിമേഷ്യയിലെ പാലസ്തീൻ ഉൾപ്പെടുന്ന പ്രദേശം ഓട്ടോമാൻ സാമ്രാജ്യത്തിന് കീഴിലായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ ഓട്ടോമാൻ സാമ്രാജ്യത്തെ ആക്രമിക്കുന്നു. ഇതുകാരണം ഓട്ടോമാൻ സാമ്രാജ്യം തകർച്ചയിലേക്ക് പോവുകയും ചെയ്തു. ഈ അവസരം മുതലെടുത്ത് അന്ന് ബ്രിട്ടനെ ജൂതന്മാർ യുദ്ധത്തിൽ സഹായിക്കുകയും ചെയ്തു. ഇതിന് പ്രത്യുപകാരമായി 1917 ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആർതർ ബാൽഫർ ജൂതന്മാർക്ക് പശ്ചിമേഷ്യയിൽ പ്രത്യേക രാജ്യം അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഇതാണ് ചരിത്രപ്രസിദ്ധമായ ബാൽഫർ പ്രഖ്യാപനം. ഇന്ത്യ ഉൾപ്പെടെയുള്ള കോളനി രാജ്യങ്ങൾക്ക് ബ്രിട്ടൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന അവസരത്തിൽ 1948 ഇസ്രയേൽ എന്ന രാജ്യവും രൂപം കൊള്ളുന്നു. പിന്നീട് പാലസ്തീൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇസ്രായേൽ ആധിപത്യം സ്ഥാപിക്കുന്നു. ഇസ്രായേലിന് അഭയം കൊടുത്തവർ അങ്ങനെ ഇസ്രായേലിന്റെ കീഴിൽ ജീവിക്കേണ്ടി വരുന്നു. ഇതേ തുടർന്ന് ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിൽ നിരവധി യുദ്ധങ്ങളുണ്ടായി. ഇസ്രായേൽ പാലസ്തീനെ കൈവശപ്പെടുത്തി. ഇസ്രായേലിനെതിരെ 1964 പാലസ്തീൻ വിമോചന സംഘടന ആരംഭിച്ചു. പിന്നീട് 1993 പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇസ്രായേൽ ഓസ്ലോ കരാറിൽ ഒപ്പുവെക്കുന്നു. പക്ഷേ അവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നതായിരുന്നില്ല കാര്യങ്ങൾ. അത് ഇന്നും തുടരുന്നു. അതുകൊണ്ട് തന്നെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രാദേശിക സംഘർഷങ്ങൾക്ക് പഴക്കമേറെയുണ്ട്. 7 പതിറ്റാണ്ടിലേറെ കാലം നീണ്ടതാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ചരിത്രം. 1948 ജൂതരാഷ്ട്രം സ്ഥാപിക്കുന്നത് മുതൽ ആരംഭിച്ച സംഘർഷങ്ങൾ പല കാലങ്ങളിൽ ഏറിയും കുറഞ്ഞും നിലനിന്നു പോന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ 1947 മുതൽ 1953 വരെയുള്ള തുടക്ക കാലഘട്ടമെന്നും 1953 മുതൽ 1979 വരെയുള്ള പഹ്ലവി രാജവംശത്തിൻ്റെ സമയത്തെ സൗഹൃദ കാലഘട്ടമെന്നും 1979 ഇറാനിയൻ വിപ്ലവത്തിന് ശേഷം മുതൽ 1990 വരെയുള്ള മോശമായ കാലഘട്ടമെന്നും 1991 ഗൾഫ് യുദ്ധത്തിന് ശേഷമുള്ള തുറന്ന ശത്രുതയുടെ കാലയളവ് എന്നിങ്ങനെയായി 4ആയി വിഭജിക്കാം. ഇസ്രയേൽ രാഷ്ട്രരൂപീകരണം മിഡിൽ ഈസ്റ്റിൻ്റെ ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷമായിരുന്നു. അത് ഒരു അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ഇന്നോളം നീണ്ടു നിൽക്കുന്ന ഇസ്രായേൽ പാലസ്തീൻ സംഘർഷങ്ങൾക്കും ഇസ്രായേൽ അറബ് ശത്രുതയ്ക്കും കാരണമായി. 1947 ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചതിനു ശേഷം പാലസ്തീൻ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ച പ്രത്യേക സമിതിയിലെ 11 അംഗങ്ങളിലൊന്നായിരുന്നു ഇറാൻ. ബ്രിട്ടീഷ് നിയന്ത്രിത പ്രദേശത്തെ ജൂത അറബ് രാജ്യങ്ങളായി വിഭജിക്കാനുള്ള ഐക്യരാഷ്ട്രസഭയുടെ പദ്ധതിയെ ഇറാൻ എതിർത്തു. വിഭജന പദ്ധതിക്കെതിരെ വോട്ട് ചെയ്ത 3 രാജ്യങ്ങളിൽ ഒന്ന് ഇറാനായിരുന്നു. ഒരു രാഷ്ട്രത്തിലൂടെ മാത്രമേ സമാധാനം സ്ഥാപിക്കാൻ കഴിയൂ എന്ന് വാദിച്ച ഇറാൻ വിഭജനം തലമുറകളുടെ പോരാട്ടത്തിലേക്ക് നയിക്കുമെന്നാണ് അഭിപ്രായപ്പെട്ടത്. ഇസ്രായേൽ സ്ഥാപിക്കുന്നതിനെതിരെ തലസ്ഥാനമായ ടെഹ്റാനിൽ വലിയ പ്രതിഷേധവും നടന്നിരുന്നു. ജൂത ന്യൂനപക്ഷം പദ്ധതി അംഗീകരിച്ചപ്പോൾ അറബ് ഭൂരിപക്ഷം അതിനെ എതിർത്തു. അടുത്ത വർഷം ഇസ്രായേൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചപ്പോൾ അറബ് രാജ്യങ്ങൾ അവരെ ആക്രമിച്ചു. മാസങ്ങൾ നീണ്ടുനിന്ന പോരാട്ടത്തിൽ ഇസ്രായേൽ വിജയിച്ചു. 1948 ഒന്നാം അറബ് ഇസ്രായേൽ യുദ്ധത്തിന് പിന്നാലെ UN അംഗീകരിച്ചതിനേക്കാൾ കൂടുതൽ പ്രദേശം ഇസ്രായേൽ പിടിച്ചെടുത്തു. ഇതോടെ ആ വർഷം ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇസ്രായേലിൻ്റെ പ്രവേശനത്തിനെതിരെ ഇറാനും വോട്ട് ചെയ്തു. പിന്നീട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടു. 1950 മാർച്ച് 14 ഇറാൻ ഇസ്രായേലിനെ അംഗീകരിച്ചു. തുർക്കിക്ക് പിന്നാലെ ഇസ്രായേലിനെ പരമാധികാര രാഷ്ട്രമായി അംഗീകരിച്ച രണ്ടാമത്തെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിരുന്നു ഇറാൻ. 1952 മുഹമ്മദ് മൊസാദെക് ഇറാൻ പ്രധാനമന്ത്രിയായതിനു ശേഷം സ്ഥിതി മാറിമറിഞ്ഞു. പാശ്ചാത്യ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ച് ഇസ്രായേലുമായുള്ള ബന്ധം മൊസാദെക് വിച്ഛേദിച്ചു. 1953 അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും പിന്തുണയോടെ ഇറാനിയൻ സൈന്യം മൊസാദെക്കിനെ അട്ടിമറിച്ചു. പാശ്ചാത്യ അനുകൂല നേതാവ് മുഹമ്മദ് റൈസ പഹ്ലവി വീണ്ടും ഇറാൻ്റെ ഷാ ആയി മാറി. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വീണ്ടും മെച്ചപ്പെട്ടു. പഹ്ലവി ഭരണകാലത്ത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സൗഹൃദം വീണ്ടും മെച്ചപ്പെട്ടു. ഇരുവരും ശ്രദ്ധേയമായ സാമ്പത്തിക സൈനിക ബന്ധങ്ങളും പുലർത്തി. ആയുധങ്ങളുടെയും രഹസ്യാന്വേഷണത്തിൻ്റെയും കാര്യത്തിലടക്കം സഹകരണം ശക്തമായി. ഇറാൻ ഇസ്രായേലിൽ വൻതോതിൽ ആയുധങ്ങൾ വാങ്ങുകയും പെട്രോളിയം കയറ്റുമതി ചെയ്യുകയും ചെയ്തു.
ഒന്നാം അറബ് ഇസ്രായേൽ യുദ്ധാനന്തരം താൽക്കാലിക സമാധാനം പുനഃസ്ഥാപിച്ചെങ്കിലും സംഘർഷങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല. തുടർന്നുള്ള ദശകങ്ങളിൽ അറബ് രാജ്യങ്ങളും ഇസ്രായേലുകളും ഏറ്റുമുട്ടുകയും 1956, 67, 73 വർഷങ്ങളിൽ 3 പ്രധാന യുദ്ധങ്ങളിൽ ഇത് കലാശിക്കുകയും ചെയ്തു. 1967 6 ദിവസത്തെ യുദ്ധം പ്രദേശത്തിൻ്റെ ഭൂപടം മാറ്റിമറിച്ചു. കിഴക്കൻ ജെറുസലേം, വെസ്റ്റ് ബാങ്ക്, ഗാസ മുനമ്പ് എന്നിവയുൾപ്പെടെ ശേഷിക്കുന്ന അറബ് പ്രദേശങ്ങൾ ഇസ്രായേൽ കൈവശപ്പെടുത്തി. 1967 6 ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഇറാനിയൻ എണ്ണ വലിയ തോതിൽ ഇസ്രായേലിലേക്ക് ഒഴുകി. ഇസ്രായേലി ഇറാനിയൻ സംയുക്ത സംരംഭമായ എയ്ലാറ്റ് അഷ്കലോൺ പൈപ്പ് ലൈൻ വഴിയാണ് ഇറാനിയൻ എണ്ണ യൂറോപ്യൻ വിപണികളിലേക്ക് കയറ്റുമതി ചെയ്തത്. ഇസ്രായേൽ നിർമ്മാണ സ്ഥാപനങ്ങളും എഞ്ചിനീയർമാരും ഇറാനിൽ സജീവമായതോടെ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം വീണ്ടും ഉണർന്നു. 1970കളുടെ അവസാനത്തിൽ നയതന്ത്ര ബന്ധം വഷളാകുന്നതിന് മുമ്പ് ഇസ്രായേലിന് ടെഹ്റാനിൽ ഒരു സ്ഥിരം പ്രതിനിധി സംഘവും ഉണ്ടായിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ വിപുലമായ സൈനിക സുരക്ഷാ സഹകരണം ഉണ്ടായിരുന്നു. എന്നാൽ മേഖലയിലെ അറബ് രാജ്യങ്ങളെ പ്രകോപിപ്പിക്കാതിരിക്കാൻ അത് രഹസ്യമായി സൂക്ഷിച്ചു. 1970കളുടെ മധ്യത്തോടെ ആണവോർജം വികസിപ്പിക്കാൻ ഇറാനിലെ അന്നത്തെ ഷാ ഭരണകൂടം തീരുമാനിച്ചു. സിവിലിയൻ ആവശ്യങ്ങൾക്കായെന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നുവെങ്കിലും ഇസ്രായേലിന് ഇതിൽ വലിയ താൽപ്പര്യം ഉണ്ടായിരുന്നില്ല. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദ ബന്ധം ഇറാനിലെ ജനങ്ങൾക്കിടയിൽ എല്ലായ്പ്പോഴും പ്രതിഫലിച്ചില്ല. ഭരണകൂടം ഇസ്രായേലിന് അനുകൂലമായിരുന്നുവെങ്കിലും ഇറാനിയൻ ജനത പൊതുവിൽ പാലസ്തീനികളോട് അനുഭാവമുള്ളവരായിരുന്നു. പുരോഹിതരുടെയും ബുദ്ധിജീവികളുടെയും ഒരു വിഭാഗം പാലസ്തീനികളുടെ ദുരവസ്ഥയിലും ഒരു രാഷ്ട്രത്തിനായുള്ള അവരുടെ പോരാട്ടത്തിലും അനുകമ്പയുള്ളവരുമായിരുന്നു. അവർ പാലസ്തീനികൾക്ക് സംഭാവന നൽകി. 1970ഓടെ അത്തരം ധനസഹായ ശ്രമങ്ങൾ തടയാൻ ഇറാനിയൻ സർക്കാർ ശ്രമിച്ചു. ഇക്കാലത്തെ ഇറാൻ ആഭ്യന്തര രാഷ്ട്രീയം വളരെ മോശമായിരുന്നു. അത് ഒടുവിൽ ഷായെ അട്ടിമറിക്കുന്നതിനും 1979 പഹ്ലവി ഭരണം അവസാനിപ്പിക്കുന്നതിനും കാരണമായി. ഇസ്ലാമിക വിപ്ലവം ഇറാൻ ഇസ്രായേൽ ബന്ധത്തിലും നിർണായകമായിരുന്നു. 1979 ഇസ്ലാമിക വിപ്ലവത്തിനും പഹ്ലവി രാജവംശത്തിൻ്റെ പതനത്തിനും പിന്നാലെയാണ് ഇറാൻ ഇസ്രായേൽ ബന്ധം തകരുന്നത്. ഷാ മുഹമ്മദ് റൈസ പഹ്ലവിയെ അട്ടിമറിക്കുകയും അയത്തൊള്ള റുഹുള്ള ഖൊമൈനി ഇറാനിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിക്കുകയും ചെയ്തതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത ആരംഭിച്ചു. റുഹുള്ള ഖൊമൈനി ഇറാൻ്റെ പരമോന്നത നേതാവാകുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേലിനെ വിമർശിച്ചിരുന്നു. പഹ്ലവി രാജവംശത്തിന് ഇസ്രായേലുമായുള്ള ബന്ധത്തെ അദ്ദേഹം എക്കാലത്തും വിമർശിച്ചിരുന്നു. 1979 ഫെബ്രുവരി 19 ഇസ്ലാമിക വിപ്ലവം നടന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം ഇറാൻ ഇസ്രായേലുമായുള്ള ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ചു. ഇസ്രായേലിനെ ഒരു രാഷ്ട്രമായി അംഗീകരിച്ചത് പിൻവലിക്കുകയും ഇസ്രായേലുമായുള്ള എല്ലാ നയതന്ത്രപരവും വാണിജ്യപരവുമായ മറ്റ് ബന്ധങ്ങളും അവസാനിപ്പിക്കുകയും ചെയ്തു. ഇസ്രായേലി പാസ്പോർട്ടുകൾ സ്വീകരിക്കുന്നത് അവസാനിപ്പിച്ചു. ഇറാൻ്റെ പാസ്പോർട്ടുകൾ കൈവശമുള്ളവർക്ക് അധിനിവേശ പാലസ്തീനിലേക്ക് യാത്ര ചെയ്യുന്നത് വിലക്കി. ടെഹ്റാനിലെ ഇസ്രായേൽ എംബസി അടച്ച് PLOയ്ക്ക് കൈമാറുകയും ചെയ്തു. ഇസ്ലാമിക വിപ്ലവത്തിന് പിന്നാലെ പാലസ്തീനുമായുള്ള ഇറാൻ്റെ ബന്ധം കൂടുതൽ ശക്തമായി. പക്ഷേ ഇറാൻ-ഇറാഖ് യുദ്ധസമയത്ത് പാലസ്തീൻ നേതാവ് യാസർ അറാഫത്ത് സദ്ദാം ഹുസൈനെ പിന്തുണച്ചതോടെ ഈ ബന്ധത്തിലും ഇടിവ് സംഭവിച്ചു. പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇറാഖ് യുദ്ധകാലത്ത് ഇസ്രായേലുമായി രഹസ്യബന്ധം വളർത്തിയെടുക്കുവാൻ ഇറാൻ നിർബന്ധിതരായി. ഉപരോധത്തിൽ വലഞ്ഞിരുന്ന ഇറാന് ശക്തരായ ഇറാഖി സൈന്യത്തെ നേരിടാൻ ആയുധങ്ങൾ ആവശ്യമായിരുന്നു. ഇസ്രായേൽ വിരുദ്ധത പിന്തുടരുമ്പോഴും ആയുധത്തിനായി അവരെ ആശ്രയിക്കാൻ അത് ഇറാനെ പ്രേരിപ്പിച്ചു. 1980 മുതൽ 1988 വരെയുള്ള ഇറാൻ-ഇറാഖ് യുദ്ധത്തിൽ ഇസ്രായേൽ ഇറാന് പിന്തുണ നൽകി. ഇറാഖിൻ്റെ ആണവായുധ പദ്ധതിയുടെ കേന്ദ്ര ഘടകമായിരുന്ന ഒസിറാഖ് ആണവ റിയാക്ടർ ബോംബിട്ട് തകർത്ത് ഇസ്രായേൽ ഇറാൻ്റെ യുദ്ധശ്രമത്തിന് നേരിട്ട് പിന്തുണ നൽകി. ഇക്കാലത്ത് ഇസ്രായേലിൽ നിന്ന് ഇറാന് $500 മില്യൺ ആയുധ സൈനിക സാധനങ്ങൾ ലഭിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കയുടെ മൗനാനുവാദത്തോടെയാണ് ഇസ്രായേൽ ഇറാന് ആയുധങ്ങൾ നൽകിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രഹസ്യ സഹകരണം വീണ്ടും തുടർന്നു. ഇരുപക്ഷവും മേഖലയിലുടനീളം തങ്ങളുടെ ശക്തിയും സ്വാധീനവും ഉറപ്പിക്കാനും വളർത്താനും ശ്രമിച്ചതോടെ ശത്രുത വീണ്ടും വളർന്നു. ഇതിനിടെ അറാഫത്ത് ഇസ്രായേലിനെ അംഗീകരിക്കുകയും ഓസ്ലോ ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തതോടെ PLOയുടെ ഇറാനുമായുള്ള ബന്ധത്തിലും ഉലച്ചിൽ സംഭവിച്ചു. പാലസ്തീനിലും ലെബനനിലും പുതിയ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ സൃഷ്ടിക്കാനും നിലവിലുള്ളവയ്ക്ക് കൂടുതൽ പിന്തുണ നൽകാനും ഇറാൻ ശ്രമം തുടങ്ങി. ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ പുതിയ ശക്തികളുമായി ചേർന്ന് ഇറാൻ പ്രവർത്തിച്ചു. ലെബനൻ, സിറിയ, ഇറാഖ്, യമൻ എന്നിവയുൾപ്പെടെ മേഖലയിലെ നിരവധി രാജ്യങ്ങളിലെ രാഷ്ട്രീയ സായുധ ഗ്രൂപ്പുകളെ ഇറാൻ പിന്തുണച്ചു.
ഇറാനിയൻ വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് 1982 ലെബനനിൽ സ്ഥാപിതമായ ഷിയ സംഘടനയായ ഹിസ്ബുള്ള ഇറാൻ്റെ പ്രധാന സഖ്യകക്ഷിയായിരുന്നു. പാലസ്തീനിൽ ഉയർന്നു വന്ന ഹമാസിനും ഇറാൻ വലിയ സൈനിക സാമ്പത്തിക പിന്തുണ നൽകി. ഇറാൻ്റെ ധനസഹായത്തോടെയും പിന്തുണയോടെയും അവർ സായുധ പോരാട്ടം ആരംഭിച്ചു. മറുവശത്ത് ഇറാൻ സർക്കാരിനെ എതിർക്കുന്ന വിവിധ ഗ്രൂപ്പുകളെ ഇസ്രായേലും പിന്തുണച്ചു. 2000കളുടെ തുടക്കത്തിൽ ഇറാൻ ആണവ പോർമുന വഹിക്കാൻ ശേഷിയുള്ള ദീർഘദൂര ബാലസ്റ്റിക് മിസൈലുകൾ വികസിപ്പിക്കാൻ ആരംഭിച്ച ഘട്ടത്തിൽ പിരിമുറുക്കം മറ്റൊരു തലത്തിലേക്ക് വളർന്നു. 2005 തീവ്രവാദ യാഥാസ്ഥിതികനായ മുഹമ്മദ് അഹമ്മദി നജാദ് ഇറാൻ്റെ പ്രസിഡന്റായതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പുതിയ തലത്തിലെത്തി. ഇറാനെ ഒരിക്കലും ആണവായുധം വികസിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന ഇസ്രായേലിൻ്റെ പ്രഖ്യാപനം ഇത് രൂക്ഷമാക്കി. ഇറാൻ്റെ ആണവ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ നിരവധി അട്ടിമറി ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തി. 2000കളിൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ വൻ നാശം വിതച്ച സ്റ്റക്സ്നെറ്റ് മാൽവെയറിന് പിന്നിൽ ഇസ്രായേലും US-ഉമാണെന്നാണ് പരക്കെ വിശ്വസിക്കപ്പെടുന്നത്. ഇറാൻ്റെ ആണവായുധ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മോഹ്സിൻ ഫക്രിസാദയെ 2020 പിക്കപ്പ് ട്രക്കിൻ്റെ പിന്നിൽ ഘടിപ്പിച്ച സാറ്റലൈറ്റ് നിയന്ത്രിത മെഷീൻ ഗൺ ഉപയോഗിച്ച് കൊലപ്പെടുത്തിയതിന് പിന്നിലും ഇസ്രായേലാണെന്നാണ് കരുതപ്പെടുന്നത്. പാലസ്തീൻ യുദ്ധത്തിന് പിന്നാലെ ഇരുവരും തമ്മിലുള്ള പ്രശ്നം വഷളാകുകയും ചെയ്തിരുന്നു. ഗാസ മുനമ്പിൽ ഹമാസിനെതിരെ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ലെബനനിലെയും സിറിയയിലെയും ഇറാൻ അനുകൂല കേന്ദ്രങ്ങൾക്കെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. ഒടുവിലാണ് ഇറാനെതിരെ ഇസ്രായേൽ നേരിട്ടാക്രമണം നടത്തിയിരിക്കുന്നത്. പശ്ചിമേഷ്യയെ സമ്പൂർണ്ണ യുദ്ധഭീതിയിലായെത്തിക്കൊണ്ട് ഇസ്രായേൽ ഇറാനിൽ അതിശക്തമായ ആക്രമണം നടത്തിയത്. ഇറാൻ ആണവായുധ സ്വന്തമാക്കുന്നതിന് അരികെ എത്തിയതാണ് ആക്രമണത്തിന് കാരണമായി ഇസ്രായേൽ പറയുന്നത്. രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും അതിജീവനത്തിനും ഭീഷണിയായി തുടരുന്നതിനാലാണ് ഇറാനെതിരെ സൈനിക നടപടിയെന്നും തുടക്കം ഗംഭീര വിജയമായെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അഭിപ്രായപ്പെട്ടു. ആണവായുധം നേടുന്നതിനുള്ള ശ്രമങ്ങൾ ഇറാൻ ഊർജ്ജമാക്കിയിട്ടുണ്ടെന്നും അത് തടഞ്ഞില്ലെങ്കിൽ ദിവസങ്ങൾക്കകം അവർ അണുബോംബ് സ്വന്തമാക്കുമെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. ഇറാൻ ഉയർത്തുന്ന ആണവ ഭീഷണി തുടച്ചു നീക്കും വരെ സൈനിക നടപടി തുടരുമെന്നാണ് നെതന്യാഹുവിൻ്റെ ഭീഷണി.